തെളിവ് ശേഖരണം എന്നതിനപ്പുറത്തേക്ക് ഈ വ്യക്തത വരുത്താനുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു നീക്കം കൂടി ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധന 7:15 ആരംഭിച്ച പരിശോധന ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നത്. ഒരുപക്ഷേ പിണറായി വിജയനിൽ നിന്നും സമാനമായ തരത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു നീക്കം ഒരുപക്ഷേ ഇ ഡി സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കും. എന്തിനാണ് ഈ പ്രതിഫലം കൈപ്പറ്റിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് 1.72 കോടി രൂപ 2018-നും 2021-നും ഇടയിൽ അനധികൃതമായി CMRL നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ആക്ഷേപം. അത് അനധികൃതമായി നിയമവിരുദ്ധമായാണ് നൽകിയത്. അത് മാസപ്പടിയാണ് എന്ന തരത്തിലുള്ളതായിരുന്നു ആക്ഷേപം. അതേസമയം അത് IT സേവനങ്ങൾക്ക് നൽകിയ പ്രതിഫലമാണ് എന്നായിരുന്നു മറുപടി. ആദ്യഘട്ടത്തിൽ എക്സാലോജിക് സൊല്യൂഷൻസ് നൽകിയ വിശദീകരണം. അങ്ങനെയെങ്കിൽ എന്താണ് ആ സേവനങ്ങളെന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു പിന്നീട് ഈ പരാതിക്കാരുടെ ആക്ഷേപം. പക്ഷേ അതിൽ കൃത്യമായ മറുപടി, അതായത് അതിൽ കൃത്യമായ മറുപടി നൽകുന്നതിൽ ചില അവ്യക്തതയുണ്ടായി. അവിടെയാണ് ഈ ഇടപാടിൽ ദുരൂഹമായ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്ന തരത്തിൽ പരാതിക്കാർ കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. അതേസമയം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധന നിയമവിരുദ്ധമാണ്, അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ആ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. അതിന് പിന്നാലെയാണ് നിർണായകമായി ഈ അന്വേഷണവുമായി മുൻ മുഖ്യമന്ത്രിയുടെ താമസ സ്ഥലത്തേക്ക്, അദ്ദേഹത്തിൻ്റെ മകളുടെ അടുത്തേക്ക്, അതോടൊപ്പം മുൻ മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിൻ്റെ വസതിയിലേക്ക് ഒക്കെ ED സംഘം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പരിശോധനകളിലൂടെ എന്ത് കണ്ടെത്തലുകളിലേക്ക് എത്തും? ഇത് നിലവിലുണ്ടായിരിക്കുന്ന ഈ പരിശോധന അല്ലെങ്കിൽ വിവരങ്ങൾ ചോദിച്ചറിയുക, മൊഴിയെടുക്കുക എന്ന നടപടികൾക്കപ്പുറത്തേക്ക് ഏതെങ്കിലും കടുത്ത നീക്കങ്ങളിലേക്ക് ED കടക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. നിലവിൽ രാഷ്ട്രീയമായി ED ആയുധമാക്കുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് CPM തയ്യാറെടുക്കുമ്പോൾ ഒട്ടും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി തന്നെയാണ് EDയുടെ പരിശോധന 12 ഇടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വ്യക്തത. അതോടൊപ്പം EDയുടെ ഏറ്റവും വലിയൊരു പിൻബലം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന പരാമർശങ്ങൾ തന്നെയാണ്. ഈ ഹർജി തള്ളിക്കൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ഈ കേസ് നിൽക്കത്തില്ല, അതിനാൽ ഇത് തള്ളണമെന്ന ആവശ്യമാണ്, ആ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കോടതിയുടെ കൂടി നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പരിശോധന എന്ന തരത്തിലേക്കൊരു വ്യാഖ്യാനം ED ഇതിന് നൽകും. ആ ഒരു പശ്ചാത്തലം തന്നെയാണ് ഇതിനെ CPMനെ കൂടുതൽ നിയമപരമായി പ്രതിരോധത്തിലാക്കാൻ പോകുന്നത്. അവിടെ ഏത് തരത്തിൽ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എന്തായാലും നിയമപരമായും രാഷ്ട്രീയമായും ഈ കേസിനെ നേരിടാനുള്ള ചടുലമായ നീക്കങ്ങളിലേക്ക് CPM നേതൃത്വം കടന്നിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. 12 ഇടങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നു. 3 മണിക്കൂർ പിന്നിട്ട് 4-ാമത്തെ മണിക്കൂറിലേക്ക് റെയ്ഡ് കടക്കുന്നു. പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കണ്ണൂരിലെ വീട്ടിൽ നിന്നും റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരമുണ്ട്. അവിടെ KK രാഗേഷ് CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കം അവിടെ എത്തി, നേതാക്കളടക്കം അവിടെ എത്തി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നു. കോൺഗ്രസിനും UDFനും ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റുകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നിരവധിയായി നിറയുന്നു. ബിനീഷ് കോടിയേരിയും മുഹമ്മദ് റിയാസും ഒക്കെ പോസ്റ്റുകൾ പങ്കുവെക്കുന്നു. ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ വളഞ്ഞിട്ടടിച്ചോളൂ, സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടുമെന്നാണ് PA മുഹമ്മദ് റിയാസ് ഇപ്പോൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട്ടെ വസതിയിൽ റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട്. നമുക്കറിയാം, മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയാണ് CPM നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എക്സാലോജിക് കമ്പനി ഉണ്ടാക്കി കരിമണൽ കർത്തായിൽ നിന്നും ഏകദേശം 2.71 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് കേസ്. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മാസപ്പടി ഉണ്ടായിരുന്നു പിണറായി വിജയൻ്റെ മകൾക്ക് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്വാധീനം ഉപയോഗിച്ച് അതിനുവേണ്ടി നൽകിയ പണം, ചില സ്വാധീനങ്ങൾ ചെലുത്താൻ വേണ്ടി നൽകിയ പണമാണ് എന്നാണ് അന്ന് SFIയുടെ കണ്ടെത്തലും മറ്റും ഉള്ളത്. അഴിമതി പണമാണ് എന്ന് പറയുന്നു. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ED അന്വേഷിക്കുന്നത് ഇതിൻ്റെ പണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ 2.71 കോടി രൂപ കിട്ടിയാൽ അതെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം ED ചോദിക്കും, മുന്നോട്ട് വെക്കും. അതിന് വ്യക്തമായ ഉത്തരം പറയേണ്ടി വരും. ഈ 2.71 കോടി രൂപയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏത് തരത്തിലാണ് എന്നുള്ളതാണ് EDക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, മണി ട്രാൻസാക്ഷൻ, മണി ലോണ്ടറിംഗ് ആണ് ED അന്വേഷിക്കുന്ന കേസുകൾ. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകേണ്ടി വരും. GST അടക്കം അടച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അഴിമതി പണത്തിന് GST അടയ്ക്കുമോ എന്ന് ചോദിച്ചാണ് അന്ന് CPM നേതാക്കൾ ഇതിനെ പ്രതിരോധിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ അത് നേരത്തെ മാസങ്ങളായി ഇഴഞ്ഞിരുന്ന അന്വേഷണം, അതിൽ വ്യക്തത
വരികയാണ്. ഇ ഡി വളരെ ശക്തമായ ഭാഷയിൽ ശക്തമായ രീതിയിൽ ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് വിവരം. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് കേന്ദ്രസേന കണ്ണൂരിലെ വീട്ടിലുണ്ട്. സമാനമായി തന്നെ തിരുവനന്തപുരത്തെ വീട്ടിലും കേന്ദ്രസേനയുടെ തണലിലാണ്, അല്ലെങ്കിൽ കേന്ദ്രസേനയുടെ സുരക്ഷിതത്വത്തിലാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ ഈ പ്രദേശങ്ങളിൽ റെയ്ഡ് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മറ്റൊരു വിൻഡോയിൽ കാണുന്നത് കോഴിക്കോട്ടെ പ്രതിഷേധ പരിപാടിയാണ്. ശക്തമായ പ്രതിഷേധം കോഴിക്കോടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ റെയ്ഡും നടക്കുന്നുണ്ട് കോഴിക്കോട്. വേട്ടയാടൽ നടക്കുന്നു എന്നാണ് CPM-ൻ്റെ ഈ വിഷയത്തിലുള്ള വിശദീകരണം എന്ന് വേണം മനസ്സിലാക്കാൻ. വേട്ടയാടൽ, പിണറായി വിജയനെ വേട്ടയാടുന്നു, ഒപ്പം പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ കണ്ണൂരിൽ നിന്ന് ലഭ്യമാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഓൺലൈനായി PB അംഗങ്ങളടക്കം യോഗം ചേരുമെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഈ പുതിയ സ്ഥിതിഗതികൾ പരിശോധിക്കാൻ. ഏതായാലും പ്രതിഷേധ പ്രകടനം സംസ്ഥാനത്തുടനീളം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ CPM-ൻ്റെ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും CPM കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇത്തരം ഒരു റെയ്ഡ്, അപ്രതീക്ഷിതമായിരുന്നു ഈ റെയ്ഡ് എന്ന് വേണം കരുതാൻ. പക്ഷേ ഇന്നലെ കേസ് കോടതി തള്ളിയപ്പോൾ തന്നെ ഇത്തരം ചില സൂചനകൾ, ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുകൾ CPM കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ടോപ്പ് ഓപ്പോസിഷൻ ലീഡർ പിണറായി വിജയൻ ടാർഗറ്റഡ് അറ്റാക്ക് ഓൺ പിണറായി വിജയൻ ബൈ BJP ഗവൺമെൻറ് എന്നാണ് CPM-ൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റായി അല്പസമയം മുമ്പ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ള നിർണായകമാണ്. ഇനിയിപ്പോൾ കേന്ദ്ര നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ പ്രതികരിക്കണം. രാജ്യതലത്തിൽ തന്നെ വലിയ ഒരു ചർച്ചയായി ഈ വിഷയം മാറിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രിയാണ്, 10 വർഷം കേരളം ഭരിച്ച CPM-ൻ്റെ പ്രമുഖ നേതാവാണ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവായി തന്നെ പിണറായിയെ തിരഞ്ഞെടുത്തപ്പോൾ വലിയ വിമർശനം പാർട്ടി കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നു. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെയാണ് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നത്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനം തുടരാൻ പാർട്ടി പിണറായി വിജയനെ അനുവദിക്കുകയായിരുന്നു. അദ്ദേഹം വാടക വീടെടുത്ത് തിരുവനന്തപുരത്ത് തന്നെ താമസം തുടർന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു നിലപാടിലേക്ക് ED എത്തുന്നത്. അതിശക്തമായ റെയ്ഡുകൾ 12 സ്ഥലങ്ങളിൽ, CMRL എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട 12 സ്ഥലങ്ങളിൽ അതിശക്തമായ നടപടികൾ ഇപ്പോൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിണറായിയിലെ വീട്ടിൽ കയറി ED റെയ്ഡ് നടത്തുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഈ റെയ്ഡ് നടപടികൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിണറായിയിലെ വീടിന് മുന്നിൽ നിരവധി പ്രവർത്തകർ തഴിച്ചുകൂടിയിട്ടുണ്ട്. അവർ മുദ്രാവാക്യം വിളികളടക്കം ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വൈകാരികമായ പ്രതികരണം ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. CPM-ൻ്റെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിശദാംശങ്ങളാണ് BV അരുണും ഡാനി പോളും ഒപ്പം ഡാൻ കുര്യനും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പ്രവർത്തകരടക്കം വീടിന് മുന്നിൽ തടിച്ചുകൂടുന്ന പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. CPM-ൻ്റെ പ്രവർത്തകർ അവിടെ കണ്ണൂരിലെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരുടെ പ്രതിഷേധ പ്രകടനങ്ങളടക്കം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. വൈകാരികമായി പലരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. പിണറായി വിജയൻ എന്ന അതിശക്തനായ നേതാവിൻ്റെ വീടുകളിൽ റെയ്ഡ് നടത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ MA ബേബി CPM ജനറൽ സെക്രട്ടറി സംസാരിക്കുന്നു ശബ്ദ സംപ്രേഷണത്തിലേക്ക്. പിണറായിയുടെ മകൾ വീണ നടത്തിയൊരു സോഫ്റ്റ്വെയർ കമ്പനി CMRL നൽകിയ സേവനത്തിന് അവർ മാസം തോറും നൽകിയിട്ടുള്ള പ്രതിഫലം അത് അഴിമതിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രചാരണങ്ങളും തുടർന്ന് ഈ കേസ് എടുക്കുന്ന സ്ഥിതിയും അന്വേഷണം നടത്തുന്ന SFIU അന്വേഷണം നടത്തുന്ന സ്ഥിതിയും ഇതുമായി ED റെയ്ഡിനുള്ള ഇപ്പോഴത്തെ ന്യായീകരണം കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ വിഷയത്തിൽ CMRL-ഉം മറ്റും നൽകിയ ഹർജി അത് തള്ളിക്കൊണ്ടാണ് ഇത് സംബന്ധിച്ച അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ള ഒരു ആയുധമാണ്. അവർക്ക് അന്വേഷണം തുടരാം
എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡുകൾ നടക്കുന്നതെന്നാണ് അവകാശപ്പെടുന്നത്. പിണറായിയുടെ മകൾ വീണ നടത്തിയൊരു സോഫ്റ്റ്വെയർ കമ്പനി CMRL നൽകിയ സേവനത്തിന് അവർ മാസം തോറും നൽകിയിട്ടുള്ള പ്രതിഫലം അത് അഴിമതിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രചാരണങ്ങളും തുടർന്ന് ഈ കേസ് എടുക്കുന്ന സ്ഥിതിയും അന്വേഷണം നടത്തുന്ന SFI അന്വേഷണം നടത്തുന്ന സ്ഥിതിയും എല്ലാം ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് പിണറായിയുടെ മകൾ വീണ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചു പോരുകയായിരുന്നു. അവർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരായി അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം വിശദമായി മറുപടി നൽകുകയുണ്ടായി. അപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു പ്രശ്നമേയില്ല. അപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കുന്ന വീണ വിജയന്റെ നിലപാട് തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഇത്രയധികം തിരുവനന്തപുരത്തും മറ്റു കേന്ദ്രങ്ങളിലും ഈ ED റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗൂഢമായ രാഷ്ട്രീയം ഞങ്ങൾ തുറന്നു കാണിക്കും. വീണ നിയമപരമായി ഇതിൽ സ്വീകരിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതും നിങ്ങൾ വേണ്ടത്ര ഓർമ്മിക്കുന്നുണ്ടോ എന്ന് സംശയമുള്ളതുമായൊരു കാര്യമുണ്ട്. CMRLന്റെ അവിടെ അവരിൽ നിന്നും കിട്ടിയ വസ്തുതകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ വെളിപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ എന്തെങ്കിലും സേവനം വീണ വിജയൻ CMRL നൽകിയതുപോലുള്ള എന്തെങ്കിലും സേവനം നൽകാതെ വൻ തുകകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.